അലിഫ് ലാം മീം എന്നതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് നമുക്കറിയില്ല. അല്ലാഹു അലം ബി മുറാദിഹി. മുജാഹിദുകാരന്റെ പരിഭാഷയിലും അങ്ങനെയാണ്. ഹമീം അല്ലാഹു അലം ബി മുറാദിഹി എന്നോ വെറും ഹമീം എന്നോ അവരിട്ട് കൊടുക്കുന്നു. ഇതുപോലെയാണ് അല്ലാഹു സുമ്മസ്തവാ അലൽ അർശി എന്നത് അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ഉൾക്കൊണ്ട സൂക്തമല്ല, അല്ലാഹുവിന്റെ മഹത്വത്തെ പറയുന്ന സൂക്തമാണ്. അതിന്റെ ശരിയായ പൊരുൾ നമുക്കറിയില്ല. അതാണ് മുൻഗാമികൾ അവിടുന്ന് പറഞ്ഞു. പിന്നീട് ഒരുപാട് ആളുകൾ ആരോപണവും കൊണ്ട് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാവുന്ന പരാമർശങ്ങൾ ഇതിനനുബന്ധമായി പറഞ്ഞു. അതെന്താണ് ഇസ്തവാ അലൽ അർശി എന്നതിന്റെ പദാർത്ഥം നമുക്ക് പറഞ്ഞുകൂടാ. അതിന്റെ പൊരുളിനെ നമുക്ക് ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിക്കാം. ഖദ് ഇസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി. ഇറാഖിന്റെ മേലെ അവിടുന്ന് ബിശ്ർ ഭരണാധികാരിയാകുമ്പോ ഇസ്തവ എന്ന പ്രയോഗമാണ്. അപ്പോൾ അല്ലാഹു തആല അർശിന്മേൽ ആസനസ്ഥനായി എന്ന പ്രയോഗം വഹാബികൾ അവരുടെ പരിഭാഷയിൽ എഴുതിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തിന്റെ നാനാദിക്കിലേക്കും ഫ്രീ കൊടുക്കുന്നുണ്ട്. ആ പരാമർശം തെറ്റാ. പിന്നെങ്ങനാ പറയേണ്ടത്? അല്ലാഹു തആല അതിന്മേൽ അധിപനായി, അത് ശരിയുള്ള പ്രയോഗമാണ്. അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ അപകടം വരാനുള്ളതല്ല. ആസനസ്ഥനായി എന്ന മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആസനം എന്ന് പറഞ്ഞ ചന്തി എന്ന അർത്ഥം, അർശിന്മേൽ ആസനസ്ഥനായി എന്ന് പറഞ്ഞ ചന്തി കൊണ്ടിരുന്നു എന്നർത്ഥം. അത് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൂടാത്തതാകുന്നു. അത് വഹാബികൾ വിശ്വസിക്കുന്നു, പ്രസംഗിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, എഴുതി വെക്കുന്നു. അതുകൊണ്ട് അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇതുപോലെ എണ്ണി പറയണം കേസുകൾ. പിന്നെന്ത് പറയുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് പറയുന്നു. ഒരു സമയത്ത് അവിടെ, ഒരു സമയത്ത് ഇവിടെ. അത് സൃഷ്ടിയുടെ സ്വഭാവമാണ്. ഞാൻ ഇന്നിവിടെ, നാളെ ഇൻഷാ അല്ലാഹ് കൊല്ലത്ത്, ഇന്നലെ അൽഹംദുലില്ലാഹ് കൊല്ലത്തായിരുന്നു. ഇതുപോലെ ഉണ്ടാവുക എന്നത് സൃഷ്ടിയുടെ വിശേഷണമാണ്. ഞാനിപ്പോൾ സ്റ്റേജിന്റെ മേലെയാണ്. മഗ്‌രിബിന് മുമ്പ് വരെ താഴെ ഒരു വീട്ടിലായിരുന്നു. ഇതുപോലെ മേലെ താഴെ എന്ന തലനിർണയം അല്ലാഹുവിനെ കുറിച്ച് പാടില്ല. അത് നടത്തുന്നു മുജാഹിദുകൾ. കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെയാന്ന് മാത്രമേ അറിയാതുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന പരാമർശം തെറ്റാണെന്ന്. യൻസിലു റബ്ബുനാ തബാറക വ തആല എന്നൊരു പ്രയോഗമുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് സലഫുകളാണ്, ഖലഫുകളാണ്. അവർക്ക് മാർഗം നൽകിയ തിരുനബിയാണ്. ഇസ്ലാമിക വിശ്വാസ ലോകമാണ്. അവര് നൽകുന്നത് എന്താണ്? വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. ഇബ്രാഹിമുൽ ലഖാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി. സലഫുകൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ കുറിച്ച് വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ, പ്രത്യക്ഷത്തിൽ ഇറങ്ങുമെന്ന അർത്ഥമുള്ള പ്രയോഗം അല്ലാഹുവിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ആ അർത്ഥം അവിടെ വെച്ചു കൊടുക്കാൻ പറ്റാത്തതാകുന്നു. അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക, അല്ലാതെ നമ്മളത് വിശദീകരിക്കാൻ പോകേണ്ടതില്ല. ഖലഫുകൾ പറഞ്ഞു അതിന് യോഗ്യമായ ഒരു അനുബന്ധം നമുക്ക് പറയാം. അല്ലാഹു തആല ഇറങ്ങി വരുമെന്ന് അർത്ഥം കൊടുക്കാൻ ഇവർ ഉപയോഗിച്ച ആ പദം, അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ റഹ്മത്ത് അവതരിക്കുമെന്നാണ്, അല്ലാതെ അല്ലാഹ് ഇറങ്ങുമെന്നല്ല. ആ പ്രയോഗത്തിലും അവര് തെറ്റിയവരാണ്, അബദ്ധം പിണഞ്ഞവരാണ്. അതുകൊണ്ട് മുജാഹിദുകളെ എതിർക്കുന്നു. ഇനിയോ അതവരുടെ പുസ്തകത്തിലും കാണാം. രാത്രിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമെന്ന് അവരുടെ രചനയിലും വരുന്നു, അവരുടെ വചനത്തിലും വരുന്നു. പിന്നീട് സഹോദരന്മാരെ, അല്ലാഹുവിന് 2 കൈകളുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അവയവം എന്നത് അല്ലാഹുവിനുള്ള വിശേഷണമല്ല, സൃഷ്ടികൾക്കുള്ള വിശേഷണമാണ്.
അവയവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയുടെ വിശേഷണമാണ്, സ്രഷ്ടാവാകുന്ന അള്ളാഹുവിന്റെ വിശേഷണമല്ല. മുജാഹിദുകൾ വിശ്വസിക്കുന്നു അള്ളാഹുവിന് 2 കൈകളുണ്ട്. പറയട്ടെ മോനെ, രണ്ട് കൈകളെ കുറിച്ച പരാമർശം. അള്ളാഹുവിന്റെ വലത് കൈയിൽ ആകാശവും ഇടത് കൈയിൽ ഭൂമിയുമാണ്. അവർ എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു അള്ളാഹുവിനെ മുസ്ലിം ലോകത്തിന് പരിചയമില്ല. എന്നിട്ടോ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വികലാംഗനാക്കിയിരിക്കുന്നു. വകിൽതാ യദൈഹി യമീനുൻ, അല്ലാഹുവിന്റെ 2 കൈകളും വലം കൈയാണെന്ന് അവർ പ്രസംഗിക്കുന്നു. വരട്ടെ, അല്ലാഹുവിന് 2 കൈയുണ്ട്. വകിൽതാ യദൈഹി യമീനുൻ, അവന്റെ 2 കൈയും വലം കൈയാണ്. അല്ലാഹുവിന് 2 കൈകളുണ്ട്, അവന്റെ 2 കൈകളും വലം കൈയാണ്. അല്ലാഹുക്ക് കൈയുണ്ടെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല. യദുല്ല എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം കൈയെന്ന് വെക്കാൻ ആര് പഠിപ്പിച്ചു? യദുല്ല എന്ന് പറഞ്ഞാൽ യദെന്ന് പറഞ്ഞാൽ കൈ എന്ന അർത്ഥം. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് യദുല്ല എന്ന് പറഞ്ഞാൽ അവിടെയും അർത്ഥം യദ്, കൈയാണെന്നവരോട് ആരാ പറഞ്ഞത്? ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ ആ പരാമർശങ്ങൾ വിശദീകരിച്ചുകൂടൂ. എന്നിട്ടോ അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണ്. എന്നിട്ട് അവരുടെ പുസ്തകത്തിൽ അതെഴുതുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന പുസ്തകം അതെഴുതുന്നുണ്ട്. ആ പുസ്തകത്തിലെ പരാമർശം നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം, ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന പുസ്തകം. ഇവിടെ പ്രതിക്കൂട്ടിൽ കയറുന്നത് മുജാഹിദുമാര് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും കൂടിയാണ്. കാരണം ഇത് പരിഭാഷപ്പെടുത്തിയത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പാതിരിയാണ്. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയതാണ്. അപ്പൊ ജമാഅത്തുകാരന്റെ വിശ്വാസം അല്ലാഹുവിനെ കുറിച്ച് വികലമാണ്. മുജാഹിദുകാരന്റെ വിശ്വാസം പണ്ടേ വികലമാണ്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് വികലമായ വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങൾ മുജാഹിദുകളെ വിമർശിക്കുന്നു. കേസ് എണ്ണി ഇൻഷാ അല്ലാഹ് ഇനിയും പറയാം. ഇനിയും അള്ളാഹുവിന് 2 കൈകളുമുണ്ട്, കണ്ണുകളുമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ള 2 കണ്ണുകളും ഉണ്ട്. അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ള 2 കണ്ണുകളും ഉണ്ട് എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കേസ്, ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്ന് തെറിച്ചു പോയവരാണ് വഹാബികൾ. ഈ കേസിനാണ് ക്രോസിംഗ് ലഭിക്കേണ്ടത്. രണ്ടാമത്തതോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അപകടം പറ്റിയവരാണ്. അതിന്റെ തെളിവുകൾ അവരുടെ വചനങ്ങളും അവരുടെ രചനകളും ഇവിടെ കാണിക്കുന്നു. ഈ വിശ്വാസം ഇസ്ലാമികമല്ല. ഇത് ഞാൻ മാത്രം പറയുന്നില്ല. മുജാഹിദുകളുടെ നേതാവ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതുന്നു, വജ്ഹുല്ലാ യദുല്ലാ എന്നൊക്കെ ഖുർആനിലോ ഹദീസിലോ പ്രയോഗിച്ച് കാണുമ്പോൾ അതിന് സ്വന്തം വകയായി വ്യാഖ്യാനങ്ങൾ നൽകാതെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറയലാണ് മുൻഗാമികളായ സലഫുകളായ മഹാന്മാരുടെ പതിവ്. അവരതിൽ വിശ്വസിക്കുകയും യഥാർത്ഥം അല്ലാഹുവിന് അറിയാമെന്ന് വെച്ച് വിട്ടേക്കുകയും ചെയ്യും. പിൻഗാമികളിൽ പലരും അഥവാ ഖലഫുകളിൽ പലരും സന്ദർഭത്തിനൊത്തവയ്ക്ക് ചില വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് പതിവ്. 2 കൂട്ടരുടെയും ലക്ഷ്യം അല്ലാഹുവിന് സൃഷ്ടികളോട് വല്ല വിധത്തിലും സാമ്യത തോന്നിക്കുന്ന അർത്ഥം ആ വാക്കുകൾക്ക് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതത്രേ. കൂടുതൽ സുരക്ഷിതമായ മാർഗം മുൻഗാമികളുടേതാണ് താനും. ബാഹ്യാർത്ഥം നോക്കുമ്പോ സൃഷ്ടി ഗുണങ്ങളോട് സാമ്യത തോന്നിക്കുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങളുടെയും നബി വചനങ്ങളുടെയും ശൈലിയും സന്ദർഭവും പരിശോധിച്ചാൽ തന്നെ ഒരുപക്ഷെ വാക്കുരൂപത്തിൽ നിർവചിക്കുവാൻ വിഷമമുണ്ടാകാമെങ്കിൽ പോലും അവയുടെ സാരം ഇന്നതാണെന്ന് ഏറെക്കുറെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് മനസ്സിലാകുന്നതായിരിക്കും. വമിനല്ലാഹി തൗഫീഖ്. ഇതെഴുതിയതാരാ? മുജാഹിദുകളുടെ നേതാവായ അമാനി മൗലവിയ. ഈ